ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറയുന്ന സെഷനിലാണ് എത്തിയിട്ടുള്ളത്. കുറേ സെഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു. നമ്മുടെ അലൂമിനീസിന്റെ ടോക്ക് നിങ്ങൾ കേട്ടു. അവർ സംസാരിച്ചതും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതും നിങ്ങൾ കേട്ടു. സിലബസ് ഡീകോഡിങ് കഴിഞ്ഞു എല്ലാവരുടെയും. അതുപോലെ നമ്മുടെ ആപ്പിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെ എല്ലാം ഏകദേശം പരിപാടികളൊക്കെ പരിചയപ്പെട്ട അവസാനം നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ലേൺ വൈസിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നിങ്ങളെ ഓൾറെഡി നമ്മുടെ മഡിൽ ത്രൂ ഇംഗ്ലീഷ് അതുപോലെ ഹാപ്പിനെസ് സെഷൻ, ഹാപ്പിനെസ് അംബാസിഡർ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തുന്ന സെഷൻസ് ആണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ എന്ന് പറയുന്ന ഹാപ്പിനെസ് അംബാസിഡറെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ഹാപ്പിനെസ് അംബാസിഡർ സെഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ തന്നെ നിങ്ങളെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ മുമ്പേ ജസ്റ്റ് എന്താണെന്ന് പറയാം. അതായത് നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ലേൺ വൈസ് ഫാമിലിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ലേണേഴ്സും ഭയങ്കര ഡൈവേഴ്സ് പീപ്പിൾ ആണ്, അല്ലെ? ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്. വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക, ചുറ്റുപാടുകളിൽ നിന്ന്, അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏജ് ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകും തോറും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് നമുക്ക് ചാലഞ്ചിങ് ആയിട്ട് വരുന്നതുണ്ട്, അല്ലെ? കാരണം ഗ്യാപ്പ് എടുത്ത് വരുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാണെങ്കിലും ഒക്കെ എക്സാംസ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്സ്റ്റക്കിൾസ് ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ തളർന്നു പോവാതിരിക്കാൻ, തകർന്നു പോകാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, തളർന്നു പോവാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസെൻട്രേഷനും അങ്ങനെയുള്ള എല്ലാം നമ്മുടെ പഠനത്തിനെ ഒരിക്കലും താഴോട്ട് വരാൻ അനുവദിക്കാത്ത തരത്തിൽ നിങ്ങളെ കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കുണ്ടാവുന്ന എന്താ പറയാ, ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യണം എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളെ കേട്ടിരിക്കാൻ വേണ്ടി പ്രൊഫഷണൽ ആയിട്ട് ഒരാളെ ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി വെക്കുക എന്നുള്ളതാണ് ഹാപ്പിനെസ് അംബാസിഡർ കൊണ്ട് ലേൺ വൈസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ കൗൺസിലർ ആണ് ഹാപ്പിനെസ് അംബാസിഡർ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം. മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഹാപ്പിനെസ് അംബാസിഡർ എന്താണെന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡറെ ഞാൻ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അക്ഷര മാം, over to you. ഞാൻ പറയുന്ന കേൾക്കാലോ അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ. അതെ, ക്ലിയർ ആണ്, കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സുനീറ മാം, ഒരു വാം വെൽക്കം തന്നതിന്. ഇപ്പോ ഇവിടെ ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഫസ്റ്റ് സെഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മെന്റർ കൂടെയാണ്. പിന്നെ അതുപോലെ നമ്മൾ BA സൈക്കോളജിയുടെ സിലബസ് കോഡിംഗ് ആയിക്കോട്ടെ പല സെഷൻസിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുന്നേ അറിയായിരിക്കും, പലർക്കും ഞാൻ പുതിയതായിരിക്കും. അപ്പൊ എന്താണ് ഹാപ്പിനെസ് അംബാസഡറുടെ റോള്? ഇവിടെ ഹാപ്പിനെസ് അംബാസഡർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്താണ് അവരെ കൊണ്ട് നമുക്ക് എന്താണ് ഗുണം കിട്ടുക എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് അംബാസഡർ, ആ ഒരു റോളിന്റെ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് തരാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു വ്യൂ, അതാണ് ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഒരു അൾട്ടിമേറ്റ് ഒരു നിങ്ങളുടെ കിട്ടുന്ന ഒരു മെസ്സേജ്. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ ഒരു സ്ക്രീനിനെ നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലെ? അപ്പൊ ഒന്ന് ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സെഷൻ നടത്താൻ പറ്റാൻ എന്താ പറയുക, മുന്നോട്ട് പോകുമ്പോൾ കുറച്ചൊരു നല്ല ഒരു സെഷൻ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇന്ന് മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടും അതുപോലെ നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും അതൊക്കെ എങ്ങനെയാണ് നമ്മൾ നേരിടുക എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലുള്ള ഒരു സെഷൻ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് അതിലോട്ടേക്ക് പോവാം കേട്ടോ. അപ്പൊ ഞാൻ അഥവാ സ്റ്റക്ക് ആവുകയാണെങ്കിൽ സുനീറ മാം ഒന്ന് പറയണേ, ഇവിടെ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, സ്ക്രീന് വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പോ ഇന്ന് നമ്മളുടെ ഡേ 7 ആണ് ഓറിയന്റേഷന്റെ. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എന്താണ് ഇവിടെയുള്ള ഹാപ്പിനെസ് അംബാസഡറിന്റെ റോള്, നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് അംബാസഡർ എന്തൊക്കെ ചെയ്തു തരും, പിന്നെ അതുപോലെ മെന്റൽ ഹെൽത്തിന്റെ ആവശ്യം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യം, ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകും. നമ്മള് ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം പഠിത്തത്തിലോട്ടേക്ക് തിരിച്ചു വരാത്ത ആൾക്കാരായിരിക്കും ഉണ്ടാകുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും നല്ലൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കുമല്ലോ എന്തായാലും ഈ ഒരു പഠനം പിന്നെയും നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്ന്
ഒന്നുകൂടെ പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ പല വെല്ലുവിളികളും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ, പല ഏജ് ഗ്രൂപ്പ് ആയിരിക്കും. നമുക്ക് ഇപ്പോ നിങ്ങൾ ഫസ്റ്റ് സെഷനിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പല സെഷനിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും. നമുക്ക് ചില കുട്ടികൾ +2 കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, പിന്നെ അതുപോലെ സീനിയർ സിറ്റിസൺസ് ഉണ്ടാവും. അപ്പൊ ഇത്രയുമുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ എന്താണ് മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രാധാന്യം എന്താണ്? കാരണം ഈ ഒരു സമൂഹത്തിൽ നമുക്ക് സ്ട്രെസ് കൂടുന്നുണ്ട്, ആൻസൈറ്റി കൂടുന്നുണ്ട്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്റെ തകരാറിലാണ്, അല്ലെങ്കിൽ അതൊരു ട്രെൻഡിങ് ആയിട്ട് മാറിയ ഒരു ഒരു ജനറേഷൻ ആണ് ഇപ്പോഴത്തത്. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഭ്രാന്ത് എന്നുള്ള ഒരൊറ്റ വാക്കിലേക്ക് നമ്മൾ അത് ചുരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് സ്ട്രെസ്, ഡിപ്രഷൻ, അങ്ങനെ പല രീതിയിലായിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ് മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ഇന്ന് ഈ ഒരു സെഷന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ പോലെ ഈ ഒരു സെഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അധികം ഒന്നും ഭയങ്കര എൻലാർജ് ഒന്നും ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുക, അതാണ് ഈ ഒരു സെഷന്റെ ഒരു ഉദ്ദേശം തന്നെ. അപ്പൊ അതിലോട്ടേക്ക് പോവാം. അപ്പോ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആരോഗ്യം, ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. നമ്മളൊരു ഫിസിക്കൽ ഹെൽത്തിന് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു പനി അല്ലെങ്കിൽ ഒരു കണ്ണുവേദനയാകുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഭയങ്കര സ്ട്രെസ്സും, അല്ലെങ്കിൽ നമ്മൾ അപ്പത്തേക്ക് തന്നെ ഒരു ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യും. പക്ഷെ മെന്റൽ ഹെൽത്തിന് നമ്മൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ പോകുമോ? ഇല്ല. അപ്പൊ എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരും, ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, ഇനി അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കും എന്നതാണ് ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ ഹെൽത്ത് ഇസ് ഓൾ അബൌട്ട് ഹൗ പീപ്പിൾ തിങ്ക്, ഫീൽ ആൻഡ് ബിഹേവ്. അതായത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ഫീൽ ചെയ്യുന്നതും നമ്മളെ ഈ ഒരു ബിഹേവിയറൻസിലും നമുക്ക് ഈ ഒരു അൾട്ടിമേറ്റ് ഇത് മൂന്നും ചേർന്നതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. അതായത് മെന്റൽ ഹെൽത്തിന് ഒരു ചെറിയ ഒരു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകൾ ഫുള്ള് നെഗറ്റീവ് ആവും. പിന്നെ അതുപോലെ നമ്മളെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഒരിക്കലും പോസിറ്റീവ് ആവില്ല, എല്ലപ്പോഴും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ബിഹേവിയർ, നമ്മൾ ഒന്നെങ്കിൽ ഭയങ്കര സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടിരിക്കും, നമ്മൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു റൂമിലിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കെല്ലാം ചില സമയത്ത് മനസ്സിലാവും അല്ലെ, നമ്മള് മെന്റലി നമ്മൾ കുറച്ച് ഓക്കെ അല്ലെങ്കിൽ നിന്റെ ഈ ഒരു ബിഹേവിയർ എന്താ ഇങ്ങനെ ആയത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ അടുത്തറിയുന്ന ആൾക്കാർ നമ്മളെടുത്ത് ചോദിക്കും. അപ്പോ ഇതാണ് മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ ഈ മൂന്ന് കാര്യങ്ങളും ചേർന്നതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോ മെന്റൽ ഹെൽത്തിൽ നമുക്ക് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് പിന്നെ നമ്മൾ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വായിച്ചതായിരിക്കാം. മെയിൻലി വായിച്ച ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇത്തരം മിസ്കൺസെപ്ഷനെ വായിച്ച് നമ്മൾ കേൾക്കാറില്ല, വാമൊഴിയായിട്ടും പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയാസിലൂടെ നമുക്ക് ഒരുപാട് റോങ് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പൊ മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റയർ ആണെന്ന് പറയും. ഒരിക്കലും അല്ല. നമ്മളിപ്പോ ഡേ ടു ഡേ നമ്മുടെ ജീവിതത്തിലൂടെ പോവുകയാണെങ്കിൽ, നമ്മൾ ഒരാഴ്ച തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ പല രീതിയിലുള്ള ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ നല്ലതുണ്ടാവാം, നമ്മൾ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവുന്ന സമയം ഉണ്ടാവാം. പക്ഷെ അത് നമ്മൾ എങ്ങനെ അഡാപ്റ്റഡ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എന്താ ചെയ്യുന്നത്. നമ്മൾ ഈ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് പോവാതെ നമ്മൾ ഈ ഒരു മെന്റൽ ഹെൽത്ത് എന്നുള്ളത് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നത്. അപ്പോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര ഈസിലി ഐഡന്റിഫൈ ചെയ്യപ്പെടും എന്നുള്ള കാര്യം അത് ഭയങ്കര തെറ്റാണ്. ഇപ്പോ നമ്മൾ കേൾക്കാറില്ലേ, ഇങ്ങനെ ഒരു ആക്ട്രസ് ഒക്കെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ആക്ടർ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തു. അവരുടെ റീസെന്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലോ നമുക്കത് കാണാൻ പറ്റില്ല. ഡിപ്രഷൻ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ തന്നെ ആയിക്കോട്ടെ, ഒരാൾ എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം എന്നില്ല ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാള്. എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചുകൊണ്ടിരുന്ന അവരുടെ റൂമിൽ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രം സങ്കടപ്പെട്ട് രാത്രികളിൽ മാത്രം ഉറക്കമൊഴിച്ചിരിക്കുന്ന ഒരാളും ചിലപ്പോൾ ഒരു ഡിപ്രഷനിന്റെ അണ്ടറിൽ വരുന്ന ഒരു പേഷ്യന്റ് ആവാം. അപ്പോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അതായത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും മരുന്നില്ല, അല്ലെങ്കിൽ ഇതൊരിക്കലും മാറൂല, ജീവിതകാലം ഫുള്ള് മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത് അത് മറ്റൊരു മിസ്കൺസെപ്ഷൻ ആണ്. നമ്മൾ പല രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഓരോ ക്ലസ്റ്ററുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ക്യൂറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ചു കാലം മരുന്ന് കഴിച്ച്, അല്ലെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമോ, മരുന്നൊന്നും മാത്രമല്ല നമ്മൾ പല തെറാപ്പീസും ഒക്കെ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന കുറെ രോഗങ്ങളുണ്ട്. ഇനി കുറച്ച് അധികം കാലം, കുറച്ച് ഡ്യൂറേഷൻ അധികം എടുക്കുന്ന നമുക്ക് ഈ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ ട്രീറ്റ്മെന്റും ഉണ്ട്. പക്ഷെ എന്തല്ല, നോൺ ക്യൂറബിൾ, ഒരിക്കലും നോൺ ക്യൂറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഏജ് നമ്മൾ എപ്പോഴും പറയും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നോർമലി ഓൾഡർ അഡൾട്ട്സിലാണ് വരുന്നത്. അതായത് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് നമ്മൾ അഡൽട്ട്ഹുഡിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു മുതിർന്ന ജീവിതത്തിലോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് എന്നാണ് നമ്മൾ ഒക്കെ വിചാരിച്ചു വെക്കുന്നത്. അല്ല, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പല കുട്ടികൾക്കും ഉണ്ട്. നമുക്ക് ഈ ഒരു 5 വയസ്സിൽ താഴെ മുതൽ ADHD, ഇപ്പൊ ADHD എന്നുള്ള രോഗമൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ADHD, LD, ലേണിംഗ് ഡിസബിലിറ്റി, അതുപോലുള്ള പല രോഗങ്ങളുണ്ട്. അപ്പോ ആ ഒരു തരം മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിലുള്ള ഓരോ ഇഷ്യൂസും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ ഇത് ടോട്ടലി എന്തല്ല നമ്മൾ ഇന്ന ഒരു ഏജിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്ന ഏജിന് ഇല്ല എന്നുള്ള കാര്യം ഇല്ല. പിന്നെ തെറാപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ തെറാപ്പിക്ക് പോവാണ്, ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല എനിക്ക് ഭ്രാന്താണ് എന്നല്ല അർത്ഥം. എനിക്ക് മെന്റലി എനിക്കൊരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ പോകുന്നത്. അതൊരിക്കലും എന്തല്ല അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല. നമ്മൾ ചിലപ്പോ അത് ഓരോരോ നമ്മളെ വരുന്ന പേഷ്യൻസിനെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കണ്ടീഷൻ അപേക്ഷിച്ചിരിക്കും അവർക്ക് എത്ര സെഷൻസ് വേണം. ചില ആൾക്കാർക്ക് ഒരു 3 സെഷൻ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ മാറും, ചില ആൾക്കാർക്ക് അത് 8 ആവും. അത് ഇങ്ങനെ ഓരോരുത്തരുടെ കണ്ടീഷനും പിന്നെ അവർക്ക് എന്താണ് ഇഷ്യൂസ് എന്നല്ല നമ്മൾ കുറച്ചുകൂടെ അടുത്തറിഞ്ഞാലാണ് ആ തെറാപ്പിയുടെ ഡ്യൂറേഷൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ അതൊരിക്കലും ഭ്രാന്തിനുള്ള ഒരു ഒറ്റമൂല്യമൊന്നുമല്ല നമ്മൾ തെറാപ്പിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് തെറാപ്പി എടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞു മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളും എല്ലാം കുറച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ മെന്റൽ ഹെൽത്തിൽ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പല സിംറ്റംസും നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ഒരു ബിഹേവിയറിൽ കാണാൻ പറ്റും. അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ആയിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, നമ്മൾ പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും ചൂടാവുക, അഗ്രഷൻ അറ്റ് പീക്ക് ഒക്കെ ആയിരിക്കും. അതായത് സഡൻലി ബേസ്റ്റ് ഔട്ട് ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരയും, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ ഒരു എക്സ്ട്രീം ഒരു മൂഡ് സ്വിങ്സിന്റെ ഒരു സുനാമി തന്നെ നമുക്ക് കാണാൻ പറ്റും. അതൊരു സിംറ്റമാണ്, അതൊരു മേജർ സിംറ്റമാണ്. നമ്മളെ മെന്റൽ ഹെൽത്ത് കറക്റ്റ് ആയ ഒരു രീതിയിലല്ല പോകുന്നതിനുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സിംറ്റമാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് വിഡ്രോവൽ ഫ്രം സോഷ്യൽ ആക്ടിവിറ്റീസ്. അതായത് സോഷ്യൽ ആക്ടിവിറ്റികൾ, അതായത് നമ്മൾ ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കും, നമ്മൾ എപ്പോഴും ഫ്രണ്ട്സിനെ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് മെസ്സേജ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓക്കെ അല്ല, നമ്മൾ മെന്റലി വീക്കായി അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾ ഓഫ് എ സഡൻ നമ്മൾ സോൺ ഔട്ട് ആയി നമ്മൾ ഇവരിൽ നിന്നൊക്കെ എന്താവും ഒന്ന് മാറി നിൽക്കാൻ തുടങ്ങും. അവരുടെ കോൾ കണ്ടാൽ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ തരില്ല. അതുപോലെ തന്നെ ഈവൻ എത്ര വലിയ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് വയ്യ, ഞാൻ ഒരു സൈഡിലേക്ക് പോയി ഇരിക്കുവാണെന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കാൻ തുടങ്ങുന്നത് മറ്റൊരു ലക്ഷണമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ സ്ലീപ്പ് പാറ്റേൺസ്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ. ഇപ്പൊ ചില ആൾക്കാര് 1 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും, 12 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് റുട്ടീൻ ആയിട്ട് ചിലപ്പോൾ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കാം. പക്ഷെ ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടൈമിൽ നമുക്ക് ഉറക്കം വരില്ല. നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ ചിലപ്പോ മേലെ റൂഫ് നോക്കി നമ്മൾ ഫാന് നോക്കി ഒരുപാട് സമയം കിടക്കും. പക്ഷെ ആ കിടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരില്ല, ഉറക്കം വരാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു തോട്ടിൽ നിന്ന് മറ്റൊരു തോട്ടിലേക്കും മറ്റൊരു തോട്ടിൽ നിന്ന് വേറെ തോട്ടിലേക്കും കംപ്ലീറ്റ് നെഗറ്റീവ് അടിച്ചിട്ടാണ് നമ്മൾ ടോട്ടലി ഇരിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെയാണ്, നമ്മളിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, അത് മറ്റൊരു സിംറ്റമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്സ്. അതായത് നമ്മുടെ എൻറ്റയർ ഫുഡ് ഹാബിറ്റ്സിൽ നല്ലൊരു മാറ്റം വരും. അതായത് ചില ആൾക്കാർ നല്ലോണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അതുവരെ ഭക്ഷണത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ നല്ലോണം ഓവർ ഈറ്റിംഗ് കണ്ടുവരും. ചില ആൾക്കാരിൽ നേരെ തിരിച്ചായിരിക്കും, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ തിന്നാൻ തോന്നുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തും. അപ്പോ അത് നമുക്ക് എന്താ പറയുക നമ്മളെ മെന്റൽ ഹെൽത്ത് തരുന്നത്. ഇപ്പൊ നമുക്ക് പല അസുഖങ്ങൾക്ക് പനി ഒരു ലക്ഷണമാണെന്ന് പറയല്ലോ, അതുപോലെ തന്നെ ഇത്തരം സിംറ്റംസ് നമുക്ക് മെന്റൽ ഹെൽത്തിന് വരുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു സിംറ്റമാണ്. ഇതൊരിക്കലും നമ്മൾ തള്ളിക്കളയരുത്. ഇതൊരു കണ്ടിന്യൂസ്ലി നമുക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ഒരാളുടെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും ആവശ്യമാണ്. പിന്നെ അതുപോലെയാണ് നമ്മളെ ചേഞ്ച് ഇൻ റുട്ടീൻസ്. നമ്മൾ ഒരു അടക്കും ചിട്ടയിലും കൂടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് ഡെയിലി ഇന്ന് രാവിലെ എഴുന്നേക്കുന്നു, ഞാൻ ഇന്നത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ വർക്കുകൾ, ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ പക്കയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് പഠിക്കൽ, ഇപ്പൊ ഇഗ്നൂല് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇഗ്നൂല് ജോയിൻ ചെയ്ത് ഇപ്പൊ ഇവിടുത്തെ മെന്ററൊക്കെ കണക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ആ റുട്ടീനിൽ ഒരു ബ്രേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ തോന്നാണ്ടിരിക്കുക, അതൊക്കെ മെന്റൽ ഹെൽത്തിൽ
മെന്റൽ ഹെൽത്തിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് എന്ന് കാണിക്കുന്ന നിങ്ങൾക്ക് ഒരു സിംറ്റം ആണ്. പിന്നെ ഇത്രയും സിംറ്റംസിനെ പറ്റി പറഞ്ഞല്ലോ. ഇനി സിംറ്റംസ് ഒക്കെ വന്നു, അല്ലെങ്കിൽ സിംറ്റംസ് വരുന്നതിന്റെ മുമ്പേ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മെന്റൽ ഹെൽത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. നമ്മളൊരു സെൽഫ് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അങ്ങോട്ട് പോകണമെന്നില്ല. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സപ്പോർട്ട് കണ്ടുപിടിക്കണം. അതിലാണ് നമ്മൾ ഇവിടെ കുറച്ച് സെൽഫ് കെയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ എക്സസൈസ് ആണ്. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യും. ഇത് ബയോളജിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. എന്ത് നമ്മളെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനും വളരെ നല്ലൊരു കാര്യമാണ്. എന്ത് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത്. പിന്നെ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പൊ കറന്റ്ലി ഇപ്പൊ പ്രസന്റ് മൈൻഡിൽ നമ്മളിപ്പോ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മളെ ബ്രീതിനെയും നമ്മളെ ബോഡി, അത് നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാണ്, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ബ്രീത് ഇൻ ചെയ്ത് ബ്രീത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ആ ഒരു കോൺസെൻട്രേഷൻ ഒരുക്കി നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രാക്ടീസ് ആണ് മൈൻഡ്ഫുൾനെസ്. പിന്നെ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ഹെൽത്തി ബൗണ്ടറീസ്. അതായത് നമുക്ക് പല രീതിയിലുള്ള ആൾക്കാർ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ. അതിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്ന, അതായത് എനിക്ക് ടോക്സിസിറ്റി തരാത്ത ആൾക്കാർ, അതായത് നമ്മളിൽ തന്നെ ഇപ്പോ നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചില ഫ്രണ്ട്സ് തന്നെ നമുക്ക് ഫ്രണ്ട് സർക്കിളിലെ തന്നെ ആൾക്കാരായിരിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പത്തേക്കും നെഗറ്റീവ് അടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെയൊക്കെ നമ്മളെ ലൈഫിലോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കും കിട്ടുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് എൻവയോൺമെന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അവരെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഒരു ഹെൽത്തി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം എന്നാണ് വേറൊരു കാര്യം. അതായത് നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് സെൽഫായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് സോഷ്യൽ സപ്പോർട്ട്. അതായത് ഭയങ്കര രീതിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന്റെ അപ്പുറത്തോട്ടേക്ക് ഒന്നെങ്കിൽ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഫാമിലിനെയോ എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഗോ ഔട്ട് വിത്ത് നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആവാം, അതല്ലെങ്കിൽ ഫാമിലീസ് ആവാം, അല്ലെങ്കിൽ കസിൻസ് വരെ ആവാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണക്ട് വിത്ത് നേച്ചർ. അതായത് നല്ല സ്ട്രെസ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ്, എന്റെ വർക്ക് പ്രഷർ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അതും അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്, നമ്മൾ ആകെ ഡൗൺ ആണ്, ഇപ്പൊ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നമ്മൾ കാണിച്ചു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ഒരു കണക്ട് വിത്ത് നേച്ചർ എന്നുള്ള ഒരു ടെർമിനോളജിന്റെ ഒരു കംപ്ലീറ്റ് അർത്ഥം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയിട്ട് ജസ്റ്റ് ഫ്രഷ് എയർ കൊള്ളുക, അതുപോലെ സണ്ണിന്റെ ഒരു ലൈറ്റ് ഒക്കെ കുറച്ച് കൊണ്ട്, അതായത് അധികം കൊള്ളണം എന്നല്ല പറയുന്നത്, നമ്മൾ സൺലൈറ്റ് ഒക്കെ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി എക്സ്പോഷറിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പല ഹോർമോൺസും ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഒരുപാട് നമ്മുടെ വിറ്റമിൻ ഡി കൊണ്ട് കിട്ടും. അപ്പോൾ നേച്ചറിന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്രത്തോളം ഇറങ്ങി ചെല്ലുന്നു അത്രത്തോളം നമുക്കൊരു റിലാക്സേഷൻ, നമ്മുടെ ഓക്സിജൻ ഇൻടേക്ക് ഒക്കെ കൂടിയിട്ട് അതൊരു നല്ലൊരു കണക്ഷൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്വേറ്റ് സ്ലീപ്പ് ആൻഡ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണ്. അതായത് നല്ല രീതിയിലുള്ള ഒരു സ്ലീപ്പും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കണം. അതായത് ഒരു ഭക്ഷണത്തിന്റെ ഒരു ഷെഡ്യൂളും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അത് ഫോളോ ചെയ്യുക. അതായത് പല നേരത്ത് ഉറങ്ങുക അല്ലെങ്കിൽ പല സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവോയ്ഡ് ചെയ്തിട്ട് ഇതൊരു റുട്ടീൻ ആക്കുക. അതായത് ഒരു കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക, ഒരു കറക്റ്റ് ടൈമിൽ ഉറങ്ങുക എന്നുള്ള ഒരു റുട്ടീൻ കംപ്ലീറ്റ് ഒരു ഡേയുടെ ഒരു മെയിൻ ആയിട്ടുള്ള കോമ്പോണന്റ് ആക്കുക. എന്ത് ഭക്ഷണവും ഉറക്കവും, അത് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻജക്ട് ചെയ്യുന്ന ഒരു മെയിൻ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ആൻഡ് ഓൾസോ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും നമ്മളെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ പ്രശ്നങ്ങൾ നിൽക്കുന്നില്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. നമ്മൾ സെൽഫ് കെയർ ചെയ്ത് നോക്കി നടന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി നോക്കി നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ എന്ത് ചെയ്തില്ല, നമുക്ക് കയ്യിൽ ഒതുങ്ങിയില്ല കാര്യങ്ങൾ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും വെച്ചിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സഹായം തേടണം. നമ്മൾ ഒരാളെടുത്ത് ഓക്കെ എനിക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു എന്ത് ചെയ്യുക, ഏർലി ഇന്റർവെൻഷൻ. നമ്മളിപ്പോ ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള ഒരു വാക്ക് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഏർലി ഇന്റർവെൻഷനുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു
ഈ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ സിംറ്റംസ് ഒക്കെ എല്ലാ സിംറ്റംസും കാണിക്കണം എന്നില്ല, ചില സിംറ്റംസ് ഒക്കെ നല്ല വേരിയന്റിലായിട്ട് നിങ്ങൾ കാണിച്ചു തുടങ്ങി എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എനിക്ക് സ്വന്തമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇത് ഒതുങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ പിന്നെ ഒരു സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഒക്കെ നമ്മൾ ഇപ്പോ പല രീതിയിലും അവൈലബിൾ ആണ് നമുക്ക് സൈക്കോളജിസ്റ്റിന്റെ ഒരു സപ്പോർട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, അവരുടെ ഒരു സപ്പോർട്ട് തേടുക. ഏർലി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള പ്രശ്നം നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് പല ഇഷ്യൂസും നമുക്ക് എന്താ പറയാ, നമുക്ക് ഒക്കെ അറിയാലോ, നമ്മൾ എന്ത് രോഗവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചികിത്സിച്ചാലാണ് അതിന്റെ വേഗമായിട്ടുള്ള ഒരു എന്താ പറയാ അതിന് ഓവർകം ചെയ്യാൻ നമുക്ക് വേഗം പറ്റുക. നമ്മൾ എത്രത്തോളം ഇത് പൂട്ടി വെക്കുന്നു അത്രത്തോളം ഇത് മോശമായി പോവാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടാവും, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് എല്ലാരെയും അല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഏറ്റവും എന്താ പറയാ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ലത് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പൊ അവരെടുത്ത് നമ്മൾക്ക് ഇന്ന ഒരു ഇഷ്യൂല് കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അതായത് അവര് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിലും മാത്രം, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് മാത്രമേ നമ്മൾ ചെയ്യൂ. അതായത് നമ്മളിപ്പോ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ നല്ല രീതിയിൽ എന്തായാലും നല്ല ഒരു ലക്ഷ്യത്തിന്റെ ഉള്ളിലേക്ക് അവരെത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് കേട്ടോ അങ്ങനെയുള്ള ഒരു ഇന്റർവെൻഷൻ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പിന്നെ മെയിൻലി നമ്മൾ ട്രീറ്റ്മെന്റ്സിലോട്ടേക്ക് പോവാം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മൾ ഫിസിക്കലി ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെയുള്ളത്. അതായത് നമ്മൾ ചില സൈക്കോളജിസ്റ്റുകളെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ മെഡിക്കേഷൻസ് തരും. അത് നമ്മളുടെ ഡിസോർഡർ അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നം പോലെ ഇരിക്കും. ഇപ്പൊ ഉറങ്ങാൻ ഒട്ടും പറ്റാത്ത ഒരാൾക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു മൈനർ ആയിട്ടുള്ള ചെറിയൊരു ഡോസുള്ള ഗുളികകളൊക്കെ കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ നമ്മളിപ്പോ ഭയങ്കര സ്ട്രെസ്, ഓവർ ഡിപ്രഷൻ ഒക്കെ ആവുന്ന സമയത്താണ്, മാക്സിമം സ്റ്റേജിലാണ് നമ്മൾ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, ഗുളിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് മാത്രമേ കൊടുക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, തെറാപ്പി വഴിയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഈ സെൽഫ് കെയറിന്റെ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കിപ്പിച്ച് അവരെ കൊണ്ട് സെൽഫ് കെയർ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ സെൽഫിനെ ഇമ്പോർട്ടൻസ് കൊടുപ്പിച്ചിട്ടാണ് നമ്മൾ നോർമലി ചെയ്യാറ്. മെഡിക്കേഷൻസ് വളരെ റയർ ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറാപ്പികളാണ്. തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ടോക്ക് ബേസ്ഡ് തെറാപ്പീസ് ആണ് ചെയ്യാറ്. അതായത് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ 1-to-1 സെഷൻ ആയിട്ട് അവരുടെ ഓപ്പൺ കോൺവെർസേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്താ പറയാ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവരെടുത്ത് ഓപ്പൺ ടോക്ക് ആണ് നമ്മൾ ചെയ്യാറ്. അതായത് നമ്മളെ എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ അവരെടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയിപ്പിക്കുക. അതായത് നമ്മൾ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നടന്നത് അങ്ങനെ തന്നെ പറയണമെന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് എന്താണ് നമ്മളെ ആക്ച്വൽ പ്രശ്നം അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആക്ച്വൽ പ്രശ്നം കണ്ടുപിടിച്ചിട്ട് അതിനെ തെറാപ്പി കൊടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അതാണ് വേറൊരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് എക്സസൈസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ എക്സസൈസിനൊക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങളാണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് അത്രയും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ എക്സസൈസ്. അപ്പൊ ഈ എക്സസൈസ് നമുക്ക് സെൽഫ് കെയറിന്റെ കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റിൽ വരുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. തെറാപ്പീസ് തന്നെയാണ് മെജോറിറ്റി അല്ലെങ്കിൽ പ്രൈമർലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ തെറാപ്പീസിൽ തന്നെ നമ്മൾ സെൽഫ് കെയർ ഇൻക്ലൂഡ് ചെയ്യും, എക്സസൈസും ഇൻക്ലൂഡ് ചെയ്യും. മെഡിക്കേഷൻ അറ്റ് ദ ലാസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നേരം നമ്മൾ സ്ട്രെസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലോ. ഇനി ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മളിപ്പോ ഏറ്റവും ഈ ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു തലമുറയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെസ്സും പിന്നെ ഒന്ന് ആങ്സൈറ്റിയും ആണ്. അതായത് സ്ട്രെസ്സും ആങ്സൈറ്റി എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നമുക്ക് എന്ത് ചെയ്യണം എന്നില്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ പറഞ്ഞ മെന്റൽ ഹെൽത്തിലുള്ള ഓരോ സിംറ്റംസും കാണിക്കുന്ന ഒരു അവസ്ഥയാണ് സ്ട്രെസ്. അതുപോലെ ആങ്സൈറ്റി, ഇപ്പൊ നമുക്ക് പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശ്വാസം കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ പഠിച്ച കാര്യം ഒന്നും ഓർക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതായത് വരാൻ പോകുന്ന എന്തിനെങ്കിലും പറ്റിയിട്ടുള്ള ഒരു അമിതമായ പേടി. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ കോപ്പ് ചെയ്യുക മീൻസ് നമ്മൾ അതെങ്ങനെയാണ് മറികടക്കുക. അപ്പൊ ഈ സ്ട്രെസ് മറികടക്കുക അല്ലെങ്കിൽ ആങ്സൈറ്റി മറികടക്കാനാണ് നമ്മൾ ഇവിടെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്താണ് നിങ്ങളെ ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ഫാക്ടറിനെ
നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ആ ഒരു ട്രിഗറിങ് ഫാക്ടർ നമ്മൾ എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ ചിലപ്പോൾ എക്സാം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാം തന്നെ എടുക്കാം. അതായത് നമുക്ക് അടുത്ത ആഴ്ച ഒരു എക്സാം വരുന്നുണ്ട്. അപ്പൊ അതായിരിക്കും നമ്മുടെ എന്ത്, നമുക്ക് ആ സമയത്ത് നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, നമുക്ക് അറിയുന്നുണ്ടാവില്ല എന്തിനാ. നമുക്കറിയാം എക്സാം ഉണ്ടാവും എന്ന് അറിയാം, പക്ഷെ നമുക്ക് എക്സാമിനെ കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മൾ അപ്പത്തേക്ക് നമുക്ക് എന്താ പറയുക, നമ്മൾ ഉറക്കം ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഐഡന്റിഫൈ ദ ട്രിഗർ. അവിടെയുള്ള ട്രിഗർ എന്താണ്, നമ്മുടെ എക്സാം ആണ്, അല്ലെങ്കിൽ എക്സാമിനെ നമ്മൾ തോറ്റു പോകുമോ അല്ലെങ്കിൽ എന്റെ മാർക്ക് കുറയോ എന്നുള്ള ആ ഒരു ട്രിഗർ ആയിരിക്കും നമുക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് വരുന്നത്. അപ്പൊ അതെങ്ങനെ മറികടക്കാം എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസിന്റെ ആ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഓൾറെഡി നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ ഉണ്ട്. നമ്മൾ ആ ഒരു നമ്മുടെ പ്രസന്റ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇന്നർ ബോഡിയിലേക്കും അതുപോലെ നമ്മളുടെ ശ്വാസത്തിലോട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് സെൽഫ് കെയർ. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരുപാട് സെൽഫ് കെയറിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെക്നിക്കുകൾ ഉണ്ട്. അപ്പോ അതാണ് സെൽഫ് കെയറും മൈൻഡ്ഫുൾനെസ്സും. അതായത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ്. എന്നിട്ടും നമ്മുടെ കയ്യിൽ നിന്നില്ല, സ്ട്രെസ് ആൻസൈറ്റി കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നമുക്ക് എന്താ പറയാ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആകെ ഒരു എന്താ പറയാ ഒരു വെപ്രാളം പോലെയൊക്കെ ആവുന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം. ഒന്നെങ്കിൽ സൈക്കോളജിസ്റ്റിനെ തന്നെ സീക്ക് ചെയ്യണം. കാരണം നമ്മൾ അധിക നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പരീക്ഷ വരും, നമ്മളുടെ മാർക്ക് കുറയും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെസ് കൊണ്ടും ആൻസൈറ്റി കൊണ്ടും നമുക്ക് ഒരിക്കലും നേട്ടം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നഷ്ടം കഴിഞ്ഞിട്ട് എനിക്ക് ആൻസൈറ്റി ഉണ്ടായിട്ടാണ് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റാണ്ടായതെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മൾ എക്സാമിന്റെ ആൻസർ ഷീറ്റിൽ എനിക്ക് ആൻസൈറ്റി കൊണ്ടാണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ മാർക്കൊന്നും തരില്ലല്ലോ. അപ്പോ ആ ഒരു ആൻസൈറ്റീനെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചികിത്സിച്ച് അതിൻ്റെതായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എടുത്ത് എന്നിട്ടും നിന്നില്ലെങ്കിൽ അറ്റ മൊമെന്റ് തന്നെ നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ഹെൽപ്പ് നമ്മൾ തേടണം. അത് പിന്നെ നമുക്ക് നേരിട്ട് പോയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ ഹാപ്പിനെസ് അംബാസഡറിന്റെ ആ ഒരു സെഷനിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്ര നേരം നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സൈക്കോളജിസ്റ്റിന്റെ റോള്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരുന്നത്, നമ്മൾ പല സെഷനിലൂടെ എന്താണ് നമ്മൾ ചെയ്തു തരുന്നത്, നമ്മൾ എന്താണ് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇമോഷൻസ് ആണ്. അതായത് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പല ഇമോഷൻസ് ഉണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, അതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കോസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. ഇത് എന്തുകൊണ്ടാണ് ആ ഒരു നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ക്ലയന്റിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സൈക്കോളജിസ്റ്റിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് തെറാപ്പി ആൻഡ് കൗൺസിലിംഗ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്ന ആ ഒരു പിന്നെ നമ്മളെ ഒരു ക്ലയന്റിന് എന്താണ് ഇഷ്യൂ, അല്ലെങ്കിൽ ആ ബിഹേവിയറിന്റെ കോസ് നമുക്ക് മനസ്സിലായി, എന്താണ് അവർക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ വരുന്നതെന്ന് മനസ്സിലായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കൗൺസിലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ നല്ല രീതിയിൽ ഒരു ഡോക് തെറാപ്പി കൊടുത്ത് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓരോരോ നമ്മളുടെ മുമ്പിൽ വരുന്ന ക്ലയൻസിന്റെ പ്രശ്നങ്ങൾ നോക്കി അവർക്ക് വേണ്ടിയുള്ള ഒരു തെറാപ്പീസ് ഫോം ചെയ്യും. അതായത് ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു 10 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ 10 പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ 10 പ്രശ്നങ്ങൾക്ക് ഒരേ തെറാപ്പി അല്ല നമ്മൾ കൊടുക്കുന്നത്. ഓരോ നമ്മളുടെ മുമ്പിൽ വരുന്ന ഓരോരാളുടെ ഇഷ്യൂ അനുസരിച്ച് അതിന്റെ ഒരു എന്താ പറയാ ഒരു ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു തെറാപ്പി പ്ലാൻ കൊടുക്കുക. അത് ചിലപ്പോ എന്താ ഒരാള് ഭയങ്കര ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുന്ന വരുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു മൈനർ ഡിപ്രഷൻ ആയിട്ട് വരുന്ന ഒരാളുണ്ടാവും. അവർക്ക് രണ്ടുപേർക്കും നമ്മൾ തെറാപ്പി കൊടുക്കുന്നത് ഒരിക്കലും സെയിം ആവില്ല. കാരണം അവരുടെ ആ ഒരു എന്താ വേരിയേഷൻ എന്നുള്ളത് ഭയങ്കര വ്യത്യാസമായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവാലുവേറ്റിംഗ് ആൻഡ് ഡയഗ്നോസിങ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. അതായത് ഇപ്പൊ പല ഇഷ്യൂസും നമുക്ക് മെന്റലി ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഇഷ്യൂസ് ഒക്കെ വരുന്നത് വേറെ എന്തെങ്കിലും മെന്റൽ ഡിസോർഡേഴ്സിനെ കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ നോക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞല്ലോ. മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ പലതും ഉണ്ടാവും. മെന്റൽ ഹെൽത്തിൽ വരുന്ന കുറെ ഡിസോർഡേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഡിസോർഡേഴ്സ് അല്ല, അല്ലെങ്കിൽ ആ ഡിസോർഡേഴ്സിൽ ഈ ഒരു സിംറ്റംസ് വരുന്നില്ല, ഈ ഒരു നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ക്ലയന്റിന് ഈ ഇന്ന ഡിസോർഡേഴ്സ് ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റ്സിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ
ആ ഡിസോർഡറിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് ഡയഗ്നോസ് ചെയ്ത് നമ്മളുടെ ഒരു സിംറ്റംസുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഇന്ന സിംറ്റംസ് ഒക്കെ ആ ഒരു ക്ലയന്റിന് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം അവരുടെ എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല അസുഖങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പല പനികളുണ്ട്, പല രോഗങ്ങളുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ലക്ഷണങ്ങൾ ചിലപ്പോ പനിയായിരിക്കും. പനി വന്നാൽ ഒരിക്കലും നമ്മൾ ഇന്ന് കോവിഡ് ആണെന്ന് പറയില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഓരോ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനും ഒരു സ്പെസിഫിക് സിംറ്റംസ് ഉണ്ട്. ചിലത് കോമൺ സിംറ്റംസ് ഉണ്ടാവും, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാണുന്ന സിംറ്റംസ് ഉണ്ടാവും. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇന്ന ഡിസോർഡറിന്റെ അണ്ടറിലാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ക്ലയന്റ് ഇരിക്കുന്നത്. നമ്മൾ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും OCD, ADHD പോലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡേഴ്സ് പെട്ടെന്ന് മാറില്ല. അതായത് പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്ത് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ തെറാപ്പി കൊണ്ടോ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അവർക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന്റെ ഒരു ആവശ്യം ഉണ്ടാവും എന്ത് ഡിസോർഡേഴ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആണ്. അതായത് നമ്മളുടെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒരു നമ്മളുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അവരുടെ ഒരു പറ്റാവുന്ന രീതിയിൽ എത്ര സെഷൻസ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽസ് ഇൻ മെന്റൽ ഹെൽത്ത് റിക്കവറി, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു മെന്റൽ ഹെൽത്തിന്റെ റിക്കവറി, അതായത് അവര് തിരിച്ച് നല്ല രീതിയിലുള്ള ഒരു മെന്റലി ഹെൽത്ത് അല്ലെങ്കിൽ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളിലേക്ക് തിരിച്ച് ഇവരെ കൊണ്ടുവരിക. ആ ഒരു ജേർണിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരെ എന്ത് ചെയ്യുക, മെന്റലി ഹെൽത്തി ആവാനുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് നമ്മളുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത്. അതായത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു, മെന്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞു, സ്ട്രെസ്സിന്റെ കോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞു, പിന്നെ അതുപോലെ എന്താണ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഹാപ്പിനെസ് അംബാസഡർ എന്നാണ് സൈക്കോളജിസ്റ്റിന്റെ ഒരു ഡെസിഗ്നേഷൻ നെയിം ആയിട്ട് കൊടുത്തത്. അപ്പൊ ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ കുറച്ചും കൂടെ മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്ത് നമ്മളുടെ പല കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാം, നമ്മളിപ്പോ പല ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന നിങ്ങളൊക്കെ പല ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആൾക്കാരായിരിക്കും, പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും, ഇപ്പൊ പഠിക്കാൻ വേണ്ടി ഇവിടെ ജോയിൻ ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പൊ അതിൽ BA കാരുണ്ടാവും, MA കാരുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ മുമ്പേ ചിലപ്പോൾ പഠിച്ചത് കുറെ വർഷത്തിന് മുമ്പേ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൺ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പണ്ടത്തെ പോലെയുള്ള ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റഡി സൈക്കിൾ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം യു ആർ സറൗണ്ടഡ് വിത്ത് മെനി അതർ തിങ്സ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു ഹാപ്പിനെസ് അംബാസഡറിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ പഠനത്തിലോട്ടേക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ഹെൽപ്പ് എന്തായാലും ആവശ്യമാണ്. കാരണം നമുക്ക് ഒരു എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ പ്രശ്നം എന്താണ്, നമ്മളെ അണ്ടർലൈങ് ആയിട്ടുള്ള പല ഇഷ്യൂസും ആയിരിക്കാം ചിലപ്പോൾ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു സപ്പോർട്ട് തേടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഹാപ്പിനെസ് അംബാസഡറിനെ, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇപ്പൊ എന്റെ അടുത്ത് വരുവാണെങ്കിൽ നമ്മളിപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ലൈഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും. എന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കൂ, അങ്ങനെ കുറെ സജഷൻസ് തരും. എന്നിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ ഒരു തെറാപ്പി പ്ലാൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഹാപ്പിനെസ് അംബാസഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 minutes 1-to-1 ഞാനുമായിട്ടുള്ള സെഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾ ഫസ്റ്റ് സെഷനിൽ ഓൾറെഡി നിങ്ങളടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഒരു ഹാപ്പിനെസ് അംബാസഡറിന്റെ ഒരു റോൾ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോ നിങ്ങളുടെ മെന്റേഴ്സ് വഴി ഒരു ലിങ്ക് കിട്ടും, അതുവഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ബുക്ക് ചെയ്തതിന് ശേഷം അതായത് ഒരു 1-to-1 സെഷൻ ആയിരിക്കും, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ, നിങ്ങൾ മാത്രം. ഓൺലൈൻ ത്രൂ ആണ്, കാരണം ഇപ്പൊ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ ഓൺലൈൻ വഴിയാണ് നമുക്ക് ഈ ഒരു സെഷൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാവുന്നതാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോള് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഹാപ്പിനെസ് അംബാസഡറിന്റെ ഒരു ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അധികം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അപ്പോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഷൻ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇത്രയും കേട്ടിരുന്നല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യല്ലേ. ഓക്കെ, താങ്ക് യു മാം. മനസ്സിലായല്ലോ അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഭയങ്കര ഓവറായിട്ട് തോന്നിയായിരുന്നോ? ഇതൊക്കെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ആണോ?
ഇപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഈ ഒരു സമയത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ. കാരണം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ മെന്റലി ഞാൻ കുറച്ച് വീക്ക് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ അതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളും പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഫോമിലേക്ക് പോവുള്ളൂ. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാപ്പിനെസ് അംബാസഡർ എന്നുള്ള ഒരു റോളും നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോ ഇത് മാത്രമല്ല, നമ്മൾ എല്ലാ മാസത്തിന്റെ ഒരു മന്ത് എൻഡിൽ നമ്മൾ ഓരോരോ ഇതുപോലെ നമ്മൾ ഓരോരോ ഇൻഫോർമേഷൻസ്, നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മന്ത് എൻഡ് മീറ്റിംഗിൽ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കും. അതിലൊക്കെ നമ്മൾ മാക്സിമം കയറുക കേട്ടോ. ഒന്ന് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗും കുറച്ചുകൂടെ എന്താ പറയാ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു കേട്ടോ. കേൾക്കാം. എന്തെങ്കിലും ഡൗട്ടും കാര്യവും ഉണ്ടോ? ഇല്ലല്ലോ അല്ലെ. ഇനി അഥവാ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോ നമുക്ക് പല ഇഷ്യൂസും, നമുക്ക് ഇന്ന ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 1-to-1 സെഷൻ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. അല്ലാതെ ഇവിടെ ഇപ്പൊ നമുക്ക് ഇത്രയും ആൾക്കാരുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഒരു കോൺഫിഡൻഷ്യാലിറ്റി മാറ്റേഴ്സ്, അതായത് നമ്മുടെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഒരു 1-to-1 സെഷൻ നമ്മൾ ബുക്ക് ചെയ്തിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്യൂസ് എന്നല്ല, നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാത്രം ഇവിടെ ഷെയർ ചെയ്താൽ മതി കേട്ടോ. സുനീറ മാം ആർക്കും ഡൗട്ടൊന്നും ഇല്ല തോന്നുന്നു. അതെല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് മെന്റേഴ്സ് വഴി ഷെയർ ചെയ്ത് കൊടുക്കാം. പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിനെസ് അംബാസിഡറെ ബുക്ക് ചെയ്തിട്ട് ആ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇതാണ് നമ്മുടെ സെഷൻ. ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ജോയിൻ ചെയ്തതിൽ, ഇത്രയും വളരെ ശ്രദ്ധയോടെ ഇരുന്നതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ അപ്പൊ ഇനി നമ്മൾ ഷെയർ ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Good night. Thank you, ma'am. ഒരു Thank you, ma'am. ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാണ്. നമുക്കൊരു ആക്ഷൻ ടാസ്ക്, നിങ്ങൾ എല്ലാ സെഷൻസിലും നമ്മളൊരു ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡറിന്റെ ഒരു ആക്ഷൻ ടാസ്ക് കൂടെ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു മിനിറ്റ്. ഓക്കെ, കാണാലോ അല്ലെ? സ്ക്രീൻ കാണാലോ? ലോഡ് ആവുന്നു. കാണാം മാഡം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ആക്ഷൻ ടാസ്ക് ഇതാണ്. നമ്മള് എല്ലാവരും ഇത് നോക്കിയിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് ഷെയർ ചെയ്യാം. അപ്പം ഹൗ ഓഫൺ ഡു യു എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ്? ഒന്നാമത്തെ ആണ്. മാം സ്ക്രീൻ ക്ലിയർ അല്ല. ഇത് നമുക്ക് വാട്സ്ആപ്പ് ചാറ്റിൽ സ്ക്രീൻ ബ്ലർ ആയിട്ടാണ് കാണുന്നത്. മാം സ്ക്രീൻ ക്ലിയർ അല്ല കേട്ടോ. ഓക്കെ സുനീറ, ഞാൻ എന്നാ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഷെയർ കൊടുക്കാവോ? ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, ഒരു മിനിറ്റ്. ഇത്തിരി സൂം ചെയ്യാമെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ടാസ്ക് ആയിട്ട് വന്നത്. അതായത് നമ്മൾ ഡെയിലി ഓരോ മീഡിയേഷൻ സെഷൻ കഴിയുമ്പോഴും നമ്മൾ ഓരോ ടാസ്കുകൾ തരില്ലേ, അപ്പൊ ഇത് മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഇതാണ് ടാസ്ക്. അതായത് എ4 ഷീറ്റ് എടുക്കുക. എ4 ഷീറ്റ് എടുക്കണം നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങൾ മെന്റേഴ്സ് വഴി ചാറ്റ് വഴി ആയാലും അയച്ചാൽ മതി. ഹൗ ഓഫൺ ഡു യു എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് മേക്ക് യു സ്മൈൽ? അതായത് നിങ്ങളെ കൂടുതലായിട്ട് സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്മൈൽ ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസിൽ ഹൗ ഓഫൺ ഡു യു എൻഗേജ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യു റിക്കോൾ എ മൊമെന്റ് ടുഡേ വെൻ യു ഫെൽറ്റ് പ്രൗഡ് ഓഫ് യുവർ സെൽഫ്? അതായത് നിങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു പ്രൗഡ്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു പ്രൗഡ് വരിക എന്ന് പറയില്ലേ, അങ്ങനെ വരുന്നത് എപ്പോ ഒക്കെയാന്ന് ഇന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ വിച്ച് സ്പെസിഫിക് ഏരിയാസ് ഡു യു തിങ്ക്
ദ പ്രോഗ്രാം ഷുഡ് ഹാവ് ഇംപ്രൂവ് ടു എൻകറേജ് മോർ ഇന്ററാക്ഷൻ. അതായത് ഈ ഒരു പ്രോഗ്രാം കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കുറച്ച് സജഷൻസും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഡു യു എഗ്രി വിത്ത് ദിസ് ഇനീഷ്യേറ്റീവ്, അതായത് ഹാപ്പിനെസ് അംബാസഡർ എന്നുള്ള ഇവിടെ ലേൺ വൈസ് എടുത്ത ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റിയിട്ട്, ലേൺ വൈസ് എടുത്ത അതുപോലെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹാപ്പിനെസ് അംബാസഡറിന്റെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഈ ഒരു ഒപ്പീനിയൻ കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ഒരു കോപ്പി എന്തായാലും അവർ വഴി നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്ത് അത് അയക്കുക, മെന്റേഴ്സിന് അയക്കുക, മെന്റേഴ്സ് എനിക്ക് അത് സെൻഡ് ചെയ്തു. നിങ്ങളുടെ സജഷൻസും ഒക്കെ വാല്യൂബിൾ ആണ്, ഓരോരുത്തരുടെയും വാല്യൂബിൾ ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അയച്ച് അത് എനിക്കും കൂടെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈ മന്ത് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാം കേട്ടോ.